ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതേസമയം തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ടൊമാറ്റോ എഗ് ഡ്രോപ്പ് സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണല്ലോ, ആ സമയത്ത് ഇങ്ങനെ ഒരു സൂപ്പ് കുടിക്കുന്നത് നല്ല സുഖമാണ്. അപ്പോൾ ഈ സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ. തക്കാളി ഉണ്ട്, അതുപോലെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, ഒരൊറ്റ പച്ചമുളകാണ് അതിന് ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ ഇതാ വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളിയെ ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ഇനി എങ്ങനെയാണ് സൂപ്പ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആദ്യമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളി, ഒരൊറ്റ പച്ചമുളക് ആണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം, അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് നന്നായിട്ട് വാടി വരണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സവോളയൊക്കെ ഒന്ന് വാടിയിട്ട് നമ്മുടെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയും വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ചിട്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഗൾഫിലൊക്കെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പ് സമയത്തൊക്കെ ഈ സൂപ്പ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് കൂടിയാണ് ഈ ടൊമാറ്റോ അതുപോലെ തന്നെ നമ്മുടെ എഗ് ഡ്രോപ്പ് സൂപ്പ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണ്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മുടെ സൂപ്പ് റെഡി ആവാറായിട്ടുണ്ട്. 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡിയാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ആദ്യം ചേർത്ത് കൊടുക്കരുത്, ഒരല്പം ആദ്യം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ബാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കോൺഫ്ലോർ ചേർക്കുമ്പോൾ നമ്മുടെ സൂപ്പ് ഒന്നുകൂടെ കുറുകി വരും. ഒരല്പം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സൂപ്പൊക്കെ നന്നായിട്ട് കുറുകി വന്നത് കണ്ടോ. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുട്ടയെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ച മുട്ട നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മുട്ട ഈ സൂപ്പിൽ കിടന്നിട്ട് തിളച്ച് വരണം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണിത് കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.